ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഐദൂസിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണേ. ഐദൂസ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു 9:30-10 മണിയൊക്കെ ആവും. അങ്ങനെ ആ ഒരു സമയമായപ്പോഴത്തേക്കും അവൻ എഴുന്നേറ്റൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുമ്പോഴും നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ ഒരു 9:30-10 മണി ആ സമയമൊക്കെ അപ്പോൾ എഴുന്നേറ്റ് വന്ന് നല്ലോണം ഉറങ്ങിത്തെളിഞ്ഞ് എഴുന്നേൽക്കുവാണെങ്കിൽ നല്ല മൂടായിരിക്കും. അല്ലാതെ നേരത്തെ പതിവിലും നേരത്തെയൊക്കെയാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ എപ്പോഴും കരഞ്ഞിങ്ങനെ നിൽക്കുമായിരിക്കും. അപ്പോൾ ഇന്നെന്തായാലും നല്ലോണം ഉറക്കം തെളിഞ്ഞൊക്കെയാണ് എഴുന്നേറ്റിട്ടുള്ളത്. അങ്ങനെ ഞാൻ മുഖമൊക്കെ കഴുകി തിളപ്പിച്ചാറിയ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതെടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇതെൻ്റെ അനിയത്തിയുമായിട്ട് രാവിലെ തന്നെ ഭയങ്കര കളിയാണ്. അവൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ കൂടെ നിന്ന് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കളിച്ച് ചിരിപ്പിച്ചൊക്കെ നിൽക്കുവാണെങ്കിൽ നല്ല ചിരിയും കളിയൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ അവന് ഭയങ്കര മൂടൊന്നും കാണത്തൊന്നുമില്ല, ചുമ്മാ കരഞ്ഞും കൂവിയൊക്കെ ഇങ്ങനെ നടക്കും. പിന്നെ ഞാനും ഇതും കൂടെ ചുമ്മാ അപ്പുറത്തെ വീട്ടിലോട്ട് പോയി. അവിടെയും 3 പിള്ളേരൊക്കെ ഉണ്ട്. അങ്ങനെ അവരുമായിട്ട് ഭയങ്കര കളിയാണ്. ഇവിടെ ചെന്നപ്പം അമ്മ അവന് കാർട്ടൂൺ വെച്ച് കൊടുത്തപ്പോൾ അതും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവൾമാർ കണ്ണുപൊത്തി കളിക്കുമ്പോൾ അവന് ഇഷ്ടപ്പെടുന്നില്ല. അതിനാണിങ്ങനെ ചുമ്മാ തട്ടി മാറ്റി കളിക്കുന്നത്. അങ്ങനെ അവിടുത്തെ കളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴത്തേക്കും വീട്ടിൽ വാപ്പി വീഡിയോ കോൾ വിളിക്കുമായിരുന്നു. വാപ്പി കുറേ നേരം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ചുമ്മാ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അവൻ്റെ കളി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ചില സമയത്ത് അവൻ ചിരിച്ചും കളിച്ചുമൊക്കെ കാണിക്കും. ചില സമയത്ത് മൈൻഡേ ചെയ്യത്തില്ല, മൂന്ത ഇങ്ങനെ വെച്ചുകൊണ്ട് മാറിയിരിക്കും. എല്ലാം അവൻ്റെ മൂഡ് അനുസരിച്ചിരിക്കും എങ്ങനെയാണെന്നൊക്കെ. പിന്നെ ഞാൻ അവന് രാവിലത്തെ ഭക്ഷണം കൊടുക്കുവാണ്. ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയായിരുന്നു. അപ്പോൾ കിഴങ്ങും ക്യാരറ്റും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുമായിട്ട് ഞെരടിയാണ് ഇടിയപ്പം കൊടുക്കുന്നത്. ഭക്ഷണമൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ്. കുറേ പുറകെ ഓടിയാണ് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ക്യാമറ ഓണാക്കി വെച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട് ഇങ്ങനെ എന്തൊക്കെയോ കാണിക്കുവാണ്. ക്യാമറ കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു എന്നോട് എന്തൊക്കെയോ പറഞ്ഞ് ഭയങ്കര കളിയൊക്കെയാണ്. ഒരു 2-3 പിടിയൊക്കെ കഴിക്കുന്നവരെ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് അവൻ ഓടിക്കളിക്കാൻ തുടങ്ങി. ഈ കസേരയും തള്ളിക്കൊണ്ട് നടക്കുകയാണ് ഇപ്പോഴത്തെ ജോലി. ഇവനിപ്പോൾ പുതിയതായിട്ട് പഠിച്ചാണ് ഈ തള്ളിക്കൊണ്ട് നടക്കൽ. ഇപ്പോൾ അത് പഠിച്ചുകൊണ്ട് തന്നെ നമ്മളെ കാണിക്കുക, ഞാനിതൊക്കെ തള്ളാൻ പഠിച്ചെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കര ഷോ കാണിച്ചൊക്കെയാണ് നടക്കുന്നത്. അങ്ങനെ പിന്നെ അങ്ങോട്ടും ഓടി ഇങ്ങോട്ടും ഓടി അവൻ്റെ പുറകെ കുറേ നടന്നു കഴിഞ്ഞാലേ ഫുഡൊക്കെ വയറ്റി ചെല്ലത്തുള്ളൂ. അങ്ങനെ വല്ലച്ചാലും ഒക്കെ അവന് ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞത് ഈ സ്റ്റെപ്പിലും കയറാൻ നോക്കും അവനെപ്പോഴും. നമ്മൾ ചുമ്മാ പുറകെ നിന്ന് മാറ്റി നിൽക്കണം. കസേരയൊക്കെ ഫ്രണ്ടിൽ വെച്ചാലും അതൊക്കെ തള്ളി മാറ്റി അവൻ കയറാൻ നോക്കും. അങ്ങനെ അവന് ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി നിന്നപ്പോഴത്തേക്കും അവനെ വാക്കറിലിരുത്തി. വാക്കറിൽ അങ്ങനെ കുറച്ച് നേരമൊക്കെ അങ്ങനെ നടന്നോളും. കുറച്ച് കഴിഞ്ഞാൽ കൂറിളകും. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ അവനെ കിടത്തി ഉറക്കി വെച്ച്. അവന് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവനെ കിടത്തി ഉറക്കി. ഞാൻ ആദ്യമായിട്ട് ഈ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പോരായ്മയൊക്കെ കാണും. അപ്പം അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അങ്ങനെ അവൻ്റെ ഉറക്കമെല്ലാം കഴിഞ്ഞിട്ട് അവനെ കുളിപ്പിച്ചൊരുക്കി ഉമ്മച്ചി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അവന് ചോറ് കൊടുക്കാൻ വേണ്ടി ഇരിക്കുവാണ്. ഇത് ഈ ഒരു സാധനം വെച്ചിട്ടാണ് മിക്കപ്പോഴും ഞാൻ ചോറ് കൊടുക്കുന്നത്. അതാകുമ്പോൾ ഉടുപ്പിലൊന്നും അധികം ആകത്തില്ല. ഇപ്പം ഞാൻ ഉച്ചക്ക് കൊടുക്കുന്ന ചോറിൻ്റെ അകത്ത് കിഴങ്ങും ക്യാരറ്റും കൂടെ ഒരുമിച്ചിട്ട് പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അതും കൂടെ നന്നായിട്ട് മാഷ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഭക്ഷണം കൊടുക്കുന്നതും രാവിലത്തെ പോലെ തന്നെ കുറേ ഓട്ടപ്പാച്ചിൽ കഴിഞ്ഞിട്ടാണ് ഭക്ഷണം ഫുള്ള് വായി ചെല്ലുന്നത്. ഉച്ചക്കത്തെ ഭക്ഷണം കാര്യമായിട്ടൊന്നും അവൻ കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും അനിയത്തി പിന്നെ കുറുക്കുണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ചുകൊണ്ട് ഇന്നാമ്മയുമായിട്ട് മാറിയിരിക്കുവാണ്. ഇന്നാമ്മ കമൻറ്റിക്ക് പോകാൻ വന്നതാണ്. അങ്ങനെ അവനുമായിട്ട് ഭയങ്കര കളിയായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അവനെ കിടത്തി ഉറക്കി വീണ്ടും. നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് കുറേ ഞങ്ങൾ നടക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ വാപ്പി വന്ന്. അതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത്. വാപ്പിയായിട്ട് ഭയങ്കര കളിയാണ്. ആ സ്പൂൺ കൊണ്ട് വാപ്പിക്ക് വായി വെച്ച് തരാൻ പറയുമ്പോൾ കാണിക്കുന്നതാണ് ഇതൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് ഇടിയും വെക്കുന്നുണ്ട്. ഇക്കൊക്കെ കുറേ കുത്തൊക്കെ കിട്ടുന്നുമുണ്ട്. വാപ്പി വരുന്നത് വരെ എന്നെ പുറകെ അവൻ നടക്കുന്നത്. മീ 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 എന്ന് പറഞ്ഞ് നടക്കുന്നത്. പക്ഷെ വാപ്പി വന്നു കഴിഞ്ഞാൽ വാപ്പിയുടെ പുറകെയാണ്. നിങ്ങളുടെ വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ വാപ്പിയുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പം മൂത്തുവും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ ഇക്കാപ്പിയുടെ കൊച്ചാണ്. ഐതുമായിട്ടൊരു 23 ദിവസത്തെ ഡിഫറൻസ് ഉണ്ട്. ഐതുവാണ് മൂത്തത്. ഈ ജൂലൈ 23-ാം തീയതി ആകുമ്പം ഫൈഹൂന് 1 വയസ്സാവും. ഫൈഹാൻ എന്നാണ് പേര്. അപ്പുറത്ത് നിൽക്കുന്ന അവൻ്റെ ഇക്കയാണ് ഫൈസാൻ. ഇതിപ്പം ഐദുവിൻ്റെ വാക്കറിൽ ഫൈഹാൻ ഇരുന്നതിന് ഫൈഹൂന നല്ല രീതിക്ക് ഉപദ്രവിക്കുന്നുണ്ട് ഐദു. അവൻ്റെ പുറകിൽ നിന്നേ മാറുന്നില്ലായിരുന്നു. അങ്ങനെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവരൊക്കെ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ടീപ്പോയി കിടക്കുന്ന കല്ലുണ്ട്, അതെടുക്കാൻ വേണ്ടിയിട്ടാണ് അശൻ ശ്രമിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇക്ക പോയി. പിന്നെ അവന് നല്ല ഉറക്കം വന്ന്. അവനെ പിന്നെ ഉറക്കാമെന്ന് വിചാരിച്ച് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഉമ്മ വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിൽക്കാട് ഉമ്മ രാവിലെ ഉച്ചക്കൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഉമ്മയായിട്ട് കുറേ വർത്തമാനം പറഞ്ഞിരുന്ന ശേഷം അവൻ പിന്നെ ഉറങ്ങാൻ വേണ്ടി കിടന്നു. അപ്പോൾ ഇതിനൊരു ദിവസം ഇത്രയൊക്കെ ഉള്ളൂ.